സുഹൃത്തുക്കളെ, അപ്പോൾ കിടക്കാനുള്ള സമയം ഏകദേശം ആയി വരുന്നു. അപ്പോൾ ഒരു സാധനം കണ്ട് കുറേ രാവിലെ മുതൽ കാണുന്നതാണ്. നമ്മുടെ ഏതോ ഒരു മോഹൻദാസ് RSSൻ്റെ എന്തോ സംഭവമാണ് അദ്ദേഹം. അയാളെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാനൊന്നും ഞാൻ പോയില്ല. അയാളുടെ ഒറ്റ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ മതിയായി. കൂട്ട ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇടതുപക്ഷത്തുണ്ടെന്ന്. എനിക്ക് പക്ഷമൊന്നുമില്ല കേട്ടോ, ആദ്യം തന്നെ ഇത് പറയുകയാണ്. എനിക്ക് ഒരു പക്ഷവുമില്ല. നന്മയുടെ പക്ഷത്ത് മാത്രമാണ് ഞാൻ. അത് ഏത് പാർട്ടിയാണെങ്കിലും അവിടെ നന്മയുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒപ്പം ഉണ്ടാകും. തിന്മ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷം ഏതും ആയിക്കൊള്ളട്ടെ, ഈ മഹാനായ കാഥികൻ പറഞ്ഞത് സ്ത്രീകളെക്കുറിച്ചാണ്. ഞാൻ ഫെമിനിസ്റ്റ് അല്ല, ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്, അങ്ങനെയും വിചാരിക്കരുത്. അദ്ദേഹം പറഞ്ഞ കൂട്ട ബലാത്സംഗം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇടതുപക്ഷത്തുണ്ട്. പിന്നെ ഒരു പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ എന്തോ ഒരു കഥയുടെ അവസാനം എന്തോ ഒരു കൂട്ടുകയുണ്ടായി, ആരോ അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കിത് കേട്ടിട്ട്, ഈ സാധനം കേട്ടിട്ട് ഈ മനുഷ്യനോട് എനിക്ക് സഹതാപമാണ് തോന്നിയത്. ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഇയാളുടെ തന്തയും തള്ളയും ഈ മനുഷ്യനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചല്ലോ എന്നൊരു ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അയാളുടെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അറിയില്ല. ഈ വ്യക്തിക്ക് തന്നെ ഇപ്പം കുഴിയിലോട്ട് പോകാറായി കണ്ടിട്ട്. എന്തുകൊണ്ടൊരു മനുഷ്യന് ഈ വിധത്തിൽ ഇത്രയും അധപ്പതിക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാകത്തില്ലേ സുഹൃത്തുക്കളെ? അല്ലാതെ ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലെ നാറിയ ഡയലോഗൊക്കെ അടിക്കുമോ? ആലോചിക്കാൻ പറ്റുന്നില്ല. അതായത് ഏത് പക്ഷത്തെ സ്ത്രീകളും ആയിക്കൊള്ളട്ടെ, ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ കൂട്ട ബലാത്സംഗം ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെന്ന് എന്തോ. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട RSSൻ്റെ നേതാക്കളോടാണ് പറയാനുള്ളത്, ഇതുപോലുള്ള പെടുമരണങ്ങളെ നിങ്ങൾ കൊണ്ട് നടക്കരുത്. വല്ല ഡസ്റ്റ്ബിൻ അതിട്ട് കളയുക. അപമാനകരം, ലജ്ജാകരം. എന്തു സാധനമാകെ ഇത്? ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ എന്തിനു സഹിക്കുന്നത്? നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു വില വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ഒഴിവാക്കുക. RSSൻ്റെ പോരായ്മകളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അതല്ല വിഷയം. പണ്ടുള്ള കാര്യവും ഇനിയും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു വ്യക്തി നിങ്ങളൊന്ന് ഒഴിവാക്കി ഈ സാധനത്തിനെ. മഹാ തോൽവിയാണ്, ദുരന്ത് ഹേ.